അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റെഡിയിലെ ഫ്രാങ്കിലിന് ഷാർക്കും കയത്തിന് കിട്ടീന്. അപ്പൊ ഇതെന്ത് കാരണത്തിലാ കിട്ടിയത്, അത് എങ്ങനെ കിട്ടീന് ഇവിടെ കൂടെ പറഞ്ഞു തരാം. അങ്ങനെ ഞാൻ മീൻ പിടിച്ചാൻ കയത്തിന് ബീച്ച് സൈഡിൽ കയത്തിന് പോയപ്പോ പുതിയ വണ്ടിയും കയത്തിനെടുത്താണ് മീൻ പിടിച്ചാൽ പോകണം. അപ്പൊ ഇന്ന് പണിക്ക് നേരത്തെ പോകണം. അപ്പൊ അതിന് മുന്നായിട്ട് പണിക്ക് പോണ മുന്നായിട്ട് ഞാൻ ബീച്ച് സൈഡിൽ കയത്തിന് വരികയാണ്. ബീച്ച് സൈഡിൽ നിന്ന് മീൻ പിടിച്ചിട്ട് പണിക്ക് പോകാന്ന് വിചാരിച്ചേ. അപ്പൊ എന്തെങ്കിലും സ്ഥലത്തും കയത്തിന് എത്തിയത്. അപ്പൊ ഇവിടെ നിന്നാണ് മീൻ പിടിച്ചാൻ വരുന്നത്. അപ്പൊ എന്തായാലും ഈ ബക്കത്തുനിന്ന് പിടിച്ചാൽ ഇങ്ങോട്ട് നടന്ന് വരികയാണ്. അപ്പൊ എന്തായാലും ഇവിടുന്ന് പിടിച്ചാലേ കിട്ടുമല്ലോ. എന്തായാലും കുറച്ച് നടക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചൂണ്ടും കയത്തിന് ഇട്ടിട്ട് അപ്പൊ കിട്ടുമെന്ന് യാതൊരു അപ്പൊ ചൂണ്ടിട്ട് കൊളുത്തിന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും കറക്കി എടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയും തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ കറക്കി മാക്സിമം കറക്കിയിട്ട് പക്ഷെ ഇത് ചെറിയ ഷാർക്കും കയത്തിനാണുള്ളത്. ഇത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബക്കത്തിൽ നിന്ന് ചെറിയ ഷാർക്കും കിട്ടി കയത്തിനെ കിട്ടിയത്. അപ്പൊ നമുക്ക് ഈ ഷാർക്കിനായിട്ട് നമുക്ക് വീട്ടിൽ കാണും ഡേഞ്ചറും കയത്തിനാണ്. ഇത് വള്ളത്തിലില്ലാതെ ചട്ടും കയത്തിന് പോണതായിരിക്കും. അപ്പൊ എന്തെങ്കിലും വള്ളത്തിലിടണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തിന് വള്ളത്തിലിടാൻ പറ്റൂല. അപ്പൊ എന്തെങ്കിലും അവള് വീട്ടിൽ കുറച്ച് ദൂരം കയത്തിന് അവിടെ സംഭവത്തിന് എന്ത് സംഭവിക്കുന്ന യാതൊരില്ല. അപ്പൊ അവള് പറഞ്ഞിങ്ങനെ നേരം കൊണ്ട് നമുക്ക് കൊണ്ടുപോകണം. അതിന്റെ പട്ടി ചെറിയ ഷാർക്കും കയത്തിന്, ചെറിയ ഷാർക്കും കുട്ടിയും കയത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് കൊണ്ടുപോവാം. ഗൈസ് തന്നെ വണ്ടിയിലും കയത്തിന് വെച്ച് നമുക്ക് നേരെ എന്തായാലും വീട്ടുകാരിക്കത്തെ അങ്ങനെ പോകണം. അപ്പൊ ഗൈസ് വീട്ടിലും കയത്തിന് എത്തില്ല. അപ്പൊ നമുക്ക് സ്വിമ്മിംഗ് പൂളും കയത്തിന് നമ്മൾ മെങ്ങിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ഒക്കെ സെറ്റപ്പ് ചെയ്ത് കാണിച്ചില്ല. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിനെ ഗൈസ്. അപ്പൊ ഞാൻ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചത് എന്തായാലും നമ്മളെ വളർത്താനുള്ള പ്ലാനും കയത്തിന്. അപ്പൊ ഞാൻ കാണിച്ചില്ല ഗൈസ്. ഇതാണ് സംഭവം കയത്തിന്. നമ്മൾ അക്യൂറത്തിൽ ചെറിയ ഷാർക്ക് കുട്ടിയും കയത്തിന് ഇട്ടിട്ട് നിങ്ങൾ കണ്ണിങ്ങനെ അറിയില്ല ഗൈസ്. ഇതാണ് ഷാർക്കും കയത്തിന്. അടിപൊളി ഷാർക്കും കയത്തിന് എന്തായാലും നമ്മൾ ഇട്ടതാണ് ഇവിടെ സൈഡിലായിട്ട് വെച്ച്. അപ്പൊ നമുക്ക് വളർത്താനും വിചാരിച്ചു. ഷാർക്കിനല്ല കിട്ടിയത്, ചെറിയ ഷാർക്കും കുട്ടി. അപ്പൊ ഇത് കണ്ടിട്ട് വളർത്താനും തോന്നി. അപ്പൊ എന്തായാലും വളർത്തിയതാണ്. അപ്പൊ എന്തായാലും അടിപൊളി കയത്തിന്. എനിക്ക് എന്തായാലും ഷാർക്കിനെ ഇഷ്ടപ്പെട്ട് മൈക്കിളും കയത്തിന് നമ്മൾ എടുത്തത്. മൈക്കിൾ എന്താ നമുക്ക് രണ്ടാം മൈക്കിൾ ഇങ്ങോട്ട് വന്നത്. കുറെ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ലൊന്നുമില്ല. എടാ ഫ്രാങ്ക്ലി എനിക്കൊരു അത്യാവശ്യം കുറച്ച് ക്യാഷും കയത്തിന് ഡേഞ്ചറായി പെട്ടി കടിക്കുന്നു. അപ്പൊ അതിന്റെ അടുത്ത് ഓർമ്മ എന്റെ അടുത്തത് ഓക്കെ ഞാൻ തരുന്നത് ഇവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് മൈക്കിൾ പെട്ടി കെടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നത്. അപ്പൊ മൈക്കിളിന് ക്യാഷും കയത്തിന് കൊടുക്കണം. അപ്പൊ ഞാൻ ക്യാഷും കയത്തിന് എടുക്കാൻ പോവാണ്. ഗൈസ് മൈക്കിളും കാണില്ല ഗൈസ്. നമ്മൾ വന്നപ്പോ മൈക്കിളും കയത്തിന് ഇവിടെ പോയി ഗൈസ്. എന്താ യാതൊരില്ല ഗൈസ്. അപ്പൊ എന്താ സംഭവം ഇല്ല അറിയാം ഗൈസ്. മൈക്കിൾ ഇനിയിപ്പോ എവിടെ പോയി, മൈക്കിളിന് തിരിച്ചു പോകാൻ യാതൊരില്ല. മൈക്കിളിനൊന്നും ഇവിടെ കാണില്ല. എന്തായാലും നമുക്ക് നേരെ പണിക്കും കയത്തിന് പോകാൻ നല്ല ലേറ്റും കാര്യത്തിന് ഇരിക്കും. നമ്മൾ ഷാർക്കിന് ആക്കിയാണ് പണിക്കും കയത്തിന് പോകാന്ന് വിചാരിച്ചാൽ അപ്പൊ നല്ല കുറച്ച് ലേറ്റ് ആണ്. ആകെ 5 മിനിറ്റോളം, ഇപ്പൊ ആകെ 10-15 മിനിറ്റ് കഴിഞ്ഞിന്. അപ്പൊ നമുക്ക് നേരെ കാലത്താണ് നമുക്ക് നേരെ പണിക്കും കയത്തിന് പോകുന്നത്. നേരം ബെഗിരിഞ്ഞ് കുഴപ്പമുണ്ടാവുന്ന സംഭവം ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് നേരെ പണിക്ക് പോയി നോക്കാം. കുറച്ച് ഇറങ്ങാൻ ടാസ്കും കാര്യത്തിന്. അപ്പൊ എന്തായാലും മീൻ പിടിച്ചാൻ പോയത് പോകേണ്ടിനി. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ പണി കഴിഞ്ഞിട്ട് എന്തായാലും വരണ്ടേ. പക്ഷെ ഞാൻ പണി കഴിഞ്ഞ് രാത്രി നമ്മൾ ഓട്ടോ ഓടി കഴിഞ്ഞ് രാത്രി കഴിക്കണം. അപ്പൊ എന്തായാലും 8-8:30 കഴിഞ്ഞിങ്ങനെ. അപ്പൊ നമ്മൾ കെടുക്കാനും പോകുന്നത് ക്ഷീണം കയറ്റില്ല. അപ്പൊ ഓട്ടം നിർത്തിയിട്ട് നമ്മൾ കെടുക്കാന്ന് വിചാരിച്ചാണ് പോവാണ്. അപ്പൊ എന്തായാലും ഓട്ടം നമുക്ക് ഈ സൈഡിലായിട്ട് നിർത്തുന്നു, അവിടെ നിർത്തുന്നു, ഇവിടെ ആയിട്ട് നിർത്തി വെറൈറ്റി നോക്കിയതാണ്. അപ്പൊ അതിൽ ഇവിടെ നിർത്തിയാൽ നമുക്ക് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരെ കെടുക്കാം. നല്ല ക്ഷീണം കയറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ കട്ടിൽ കണ്ട അപ്പത്തിന് കെടുക്കാനുള്ള പ്ലാനിങ് കയറ്റുന്നുണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ കിടന്ന് നാളെ രാവിലെ എന്തായാലും കാണാൻ ക്ഷീണം കയറ്റുന്നുണ്ട്. പക്ഷേ രാവിലെ നമ്മൾ ഷാർക്കിന്റെ പണി എന്താണെന്ന് നമുക്ക് നേരെ ഷാർക്കിനെ നോക്കാം. ഷാർക്ക് എടുക്കുക. ഇവിടുത്തെ ഷാർക്ക് കയറ്റുന്നത് അക്യൂർക്ക് കയറ്റണ്ടേ. ഇവിടുത്തെ ഷാർക്കിനെ കാണുന്നില്ല കഴിച്ച്. ഇതിന്റെ ഉള്ളിൽ ഷാർക്ക് കൂടെ കഴിച്ച് എന്ത് സംഭവം ബാക്കിന്ന് കേൾക്കുന്നത് കഴിച്ച്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല കഴിച്ച്. ബിഗ് ഷാർക്ക് വരുന്നത് നമ്മൾ അക്യൂർത്തെ ഷാർക്കാണ് കഴിച്ച്. എന്ത് സംഭവം യാതൊരു നമ്മൾ അക്യൂർത്തെ ഷാർക്കും കയറ്റുന്നത്. നമ്മൾ അക്യൂർത്തെ ഷാർക്ക് ചെറിയ ഷാർക്കും കയറ്റും, നമ്മളെ കൈക്ക് പിടിച്ചാലുള്ള ഷാർക്കും കഴിച്ച്. ഇത് എന്ത് സംഭവം ഒന്നും യാതൊരു അറിയില്ല കഴിച്ച്. നമ്മളെ റോട്ടും നമ്മളെ ഷാർക്കും കയറ്റാൻ തോന്നുന്നു. നമ്മളെ ഷാർക്കിനെ തോന്നുന്നില്ല, വേറെ ഷാർക്ക് കയറ്റുന്ന ആര് പറഞ്ഞു നമുക്ക് കൂടുതൽ കയറ്റുന്ന വരുമ്പോൾ ഫോട്ടോ. അതായത് ഫ്രാങ്കിങ് കയറ്റാൻ. ആ സാറേ ഞാൻ ഫ്രാങ്കിനും കയറ്റുന്നത്. തനിക്ക് ഡോൾഫിനും കയറ്റാൻ. സാർ ഇന്നലെ ഞാൻ മീൻ പിടിച്ചാൽ പോയപ്പോ ഡോൾഫിനും കയറ്റിന് കിട്ടി. അപ്പൊ ചെറിയ ഡോൾഫിനെ ഇപ്പൊ വളർത്തിയത് ഇങ്ങനെ ആവുമെന്ന് സംഭവിച്ചില്ല. താൻ എത്രയും പെട്ടെന്ന് അത് നിർത്തിയേ പറ്റും. എന്തായാലും ഐഡിയും കയറ്റിന് മെസ്സേജ് അയക്കാം. അതേപോലെ ലൊക്കേഷൻ പോയിട്ട് കുറച്ച് ടൂൾസ് കയറ്റിന് ഓക്കെ സാർ ഞാൻ അപ്പത്തിന് എടുക്കാൻ കഴിച്ചു. അപ്പൊ നമുക്ക് ലൊക്കേഷൻ കയറ്റിന് പോകാണ്ട് കുറച്ച് ചലഞ്ചിങ് ചെയ്യേണ്ടി ഇരുന്നാലേ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കാർ തേടാണ്ട് പോകാൻ കഴിച്ചു. എന്തെങ്കിലും കാറും കയറ്റിന് എടുത്തിന്. അപ്പൊ നമ്മളെ ഡ്രൈവർ സ്റ്റേഷന്റെ അവിടേക്കാണ് നമുക്ക് പോകാൻ പറഞ്ഞത്. അപ്പൊ അവിടെ നമുക്ക് നേരെ ഒരു ചലഞ്ച് ചെയ്താൽ നമുക്ക് സാധനം കാര്യത്തിന് കിട്ടുന്ന പറഞ്ഞത്. അപ്പൊ എന്താ എടുത്ത് നമുക്ക് നേരെ ഡോൾഫിനും കാര്യത്തിന് ഇവിടുന്ന് സിറ്റിന്ന് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം കഴിച്ചു. ഇതാണ് ചലഞ്ചും കയറ്റിന് കഴിച്ച്. അവിടെ ബൈക്കും കയറ്റാനായിട്ട് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാറായിട്ട് പോകാൻ പറ്റില്ല തോന്നുന്നുണ്ട്. അപ്പൊ അതിൽ ബൈക്കും കയറ്റാൻ എടുത്ത് പോവാം കഴിച്ചു. കാറിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് നേരെ ബൈക്ക് കയറാം. കാറായിട്ട് പോകണത് കാറായിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇത് ബൈക്കായിട്ട് പോകണത് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതാരും ഈ ബൈക്ക് എടുത്താൽ നമുക്ക് നേരെ പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് നേരെ ഒരു കയറ്റാൻ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും മാക്സിമം ഇത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നേരെ കയറി പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും കുറെ കയറി എത്തിന്. അപ്പൊ അവിടെ എന്താ സംഭവം ഞാൻ ബെല്ലാണ് പോണത്. നമുക്ക് മനസ്സിലാവാത്തോണ്ട് ബെല്ല ബ്രേക്ക് പിടിച്ചാൽ പോണത്. എന്താ മനസ്സിലാവാതെ പോയിട്ട് കാര്യമില്ല.
പക്ഷെ ഇവിടെ കണ്ടെയ്നറും കാര്യത്തിന് അപ്പൊ നേരെ പോകുമ്പോൾ മുന്നിൽ ഫാനും കയറ്റുന്നുണ്ട്. അപ്പൊ നേരെ പോകണ കുഴപ്പമില്ല, ഫാനും തട്ടാതെ പോകണമെന്ന് വിചാരിച്ചു. അപ്പൊ തട്ടൊന്നും അറിയില്ല കഴിച്ച് ചെറുതായിട്ട് തട്ടിയത് കുഴപ്പമില്ല, നമുക്ക് നേരെ പോകണം. അപ്പൊ മുന്നിൽ കണ്ടെയ്നറും കാര്യത്തിന് കറങ്ങണ്ടേ അതിന് മുന്നേറ്റ് എത്തണമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ബ്രേക്ക് കുടിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ എന്തായാലും മുന്നിലേക്ക് ചാടാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ചാടിയില്ല. അപ്പൊ എന്തായാലും മാക്സിമം കഴിച്ച് ചാടണേ പെട്ടെന്ന് നോട്ടൊക്കെ തട്ടിപ്പോ ഞാൻ ബാക്ക് എടുത്താണ് ഒന്നും കൂടെ ചെയ്യണം. അപ്പൊ എന്തായാലും ആ ഗ്യാപ്പ് ഉണ്ട് എന്ന് വിചാരിച്ചപ്പോ ഞാൻ പെട്ടെന്ന് കയറാൻ ബാക്ക് റിവീസ് എടുത്താൽ പോകണേ. അപ്പൊ ഒന്നുകൂടെ നോക്കാം. അപ്പൊ ഇനി ഒന്നുകൂടെ നോക്കണേ, ഞാൻ ബാക്ക് എടുത്ത് ഞാൻ അവിടെ ഇങ്ങനെ പോകാൻ പറ്റുന്ന വെച്ചാൽ പെട്ടെന്ന് പോയത്. അപ്പൊ എന്തായാലും ഇനി പെട്ടെന്ന് ആവാൻ പറ്റി. അപ്പൊ എന്തായാലും പെട്ടെന്ന് കയറി അപ്പുറത്തേക്ക് പെട്ടെന്ന് ചാടിയതിന് കഴിച്ചു. അപ്പൊ എല്ലാം പെട്ടെന്ന് ചെയ്തു. അപ്പൊ ഇവിടെ ചെറിയും കയറ്റുണ്ട്. അപ്പൊ ഇവിടെ മാക്സിമം കുടുങ്ങും കയറ്റിന് പോകാൻ വേണ്ടി. അപ്പൊ എന്തായാലും കുടുങ്ങാതെ മാക്സിമം പോകാനാണ് ശ്രമിക്കണേ. പക്ഷെ എന്തായാലും പറഞ്ഞ് നാക്കിച്ചപ്പോ അതിന് കുടുങ്ങും കയറ്റി ചെയ്തത്. അപ്പൊ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചില്ല കുറച്ച് പണിയും കയറ്റിന് മാക്സിമം മുന്നോട്ട് മുന്നോട്ടേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ബാക്കത്തെ ടയറും കയറ്റിന് കുടുങ്ങിയത്. അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിന്. അപ്പൊ ഇവിടെ നിന്ന് ഫാനിന്റെ കുടുങ്ങാതെ പോകണം. അപ്പൊ അവിടുത്തെ ചലഞ്ചും കയറ്റുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഫിനിഷ് ലൈനും കയറ്റിന് എത്തണേക്കാരം. അപ്പൊ എന്തായാലും ഇവിടെ നേരെ പോയ ഒരു ജമ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ ഗ്യാപ്പും കയറ്റുന്നത് അവിടെ ആരും കാണില്ല. അങ്ങനെ ഗ്യാപ്പ് അപ്പുറത്തെ ഇതിലും കയറ്റിന് ജസ്റ്റ് മിസ്സിന് കഴിച്ചില്ല, ചെരിച്ചിട്ടില്ല, പുറത്തും കട്ടപ്പാടത്തുണ്ടാവും. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഇവിടെ ചെരിഞ്ഞ് പോകണം. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ അങ്ങനെ ബൈക്കായിട്ട് പോകാൻ പറ്റുന്ന സുഖമാണ്. അപ്പൊ ഇവിടെ ചെറിയ ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെവലിൽ പോയി, പിന്നെ ഇങ്ങനെ ലെവലിൽ പോയി, എന്തായാലും ലെവലിൽ പോയിട്ട് കല്യാണം ഇതിന്റെ മുകളിൽ കൂടെ കയറിയാണ് അപ്പുറത്ത് കണ്ട് ചാടി. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഫിനിഷ് ലൈനും കയത്തിന് കാണാൻ പറ്റുന്നെങ്കിൽ ഈ റൗണ്ട് കൂടെ കഴിഞ്ഞിട്ട് നേരെ പോയ റാമിന്റെ മുകളിൽ കൂടെ ഫിനിഷ് ലൈനും കയത്തിനാണ്. അപ്പൊ എന്തായാലും റാമ്പിന്റെ മുകളിൽ കൂടെ ചാടിക്കണേ. അപ്പൊ ഇവിടെ നമുക്ക് മീനിന്റെ ചൂണ്ട കയത്തിനാണ്, വലിയ ചൂണ്ട കയത്തിനാണ്. അപ്പൊ അതായത് കുളത്തിൽ മീനും കയത്തിന് കൊടുക്കുന്ന പറഞ്ഞ്. അപ്പൊ എന്തെല്ലാം സംഭവം കയത്തിന് ഇവിടെ എന്തൊക്കെ ടൂൾസും കയറ്റുന്നത് കുറെ എനിക്ക് മനസ്സിലായത്. ഇവിടെ നിലത്തും കയത്തിന് എന്തൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും എനിക്ക് മനസ്സിലാക്കണം. എന്ത് ചൂണ്ട കയത്തിന്, മീനിന്റെ അത് മുള്ളു അങ്ങനെ എന്തൊക്കെയുണ്ട്, എന്താ ഒരു ആളും കയത്തിനുണ്ട്, പിന്നെ മീനൊക്കെ എന്തൊക്കെയുണ്ടോ മനസ്സിലാവില്ല, എന്തൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് ആവശ്യമുള്ള സാധനം ഇതാണ്, ഈ മീനിന്റെ കൊലത്ത് ഇത് മിഞ്ഞാല് മീന് പിന്നെ ഒന്നും കഴിച്ചില്ലാകാൻ പറ്റിയത് ബോട്ടിന്റെ ചണ്ട അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ മീനിന്റെ മുള്ളാണോ പിന്നെ എന്താ പശുവിന്റെ മുള്ളാണോന്ന് അറിയില്ല, എന്തൊക്കെ ഒരു മുള്ളായിട്ട് ഒരു കൂടുണ്ടാക്കി വെച്ചിന്. പിന്നെ ടേബിൾ അങ്ങനത്തെ എന്തൊക്കെയൊക്കെ ഉണ്ട് സംഭവം, നിങ്ങൾക്ക് തീരെ മനസ്സിലാവാത്തുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഈ സാധനത്താണ് നമുക്ക് നേരെ പെട്ടിയിലാക്കിയിട്ട് പോകാൻ ബാഗിലും കാര്യത്തിനൊക്കെ. അപ്പൊ ഇത് ഏതാ റൂട്ടൊന്നും ഈ സംഭവം മനസ്സിലായി, ഏതൊക്കെ റൂട്ടിന്റെ മലന്റെ മുകളിലാണ്. അപ്പൊ നമ്മളെ സിറ്റിക്ക് ഇങ്ങനത്തെ പോകേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ നോക്കി പോകണം ഏതൊരു മലന്റെ മുകളിൽ കയറിപ്പോ ഞാൻ തിരിച്ച് പോകണം. അപ്പൊ എന്തായാലും അത് എടുത്താണ് ബാഗിലാക്കി പോണേ. പക്ഷെ എന്തായാലും നമ്മളെ വണ്ടിന്റെ സ്ഥലത്ത് കയറ്റി. അപ്പൊ നമുക്ക് നേരെ ബൈക്ക് പോയി നിർത്തിയാൽ നമ്മളെ ഈ കാർ എടുക്കാണ്ട് പോകാന്ന് വിചാരിച്ച്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബൈക്കും കയറ്റി ഇവിടെ നിർത്തുക, എന്നിട്ട് ഇവിടെ നിർത്തിയാൽ നമുക്ക് നേരെ ഈ കാറും കയറ്റി എടുക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് നേരെ കാറിൽ കയറിയിരിക്കണം. കാറിൽ കയറി കാറായിട്ട് പോകാൻ വിചാരിച്ചാൽ കാറിൽ അങ്ങനെ കയറിയിരിക്കണേ. പക്ഷെ അപ്പൊ എന്തായാലും നമുക്ക് ഈ കാറായിട്ട് നമുക്ക് നേരെ സിറ്റിയും കയറ്റി. അപ്പൊ ഡോൾഫിനെ പിടിച്ചാൽ നമുക്ക് നേരെ ബീച്ച് സൈഡിലും കയറ്റിനെ കൊണ്ടുപോയിട്ടാണ്. അപ്പൊ ഈ ജുറാസ് പാർക്കിന്റെ സൈഡിലായിട്ട് ബീച്ച് സൈഡ് അവിടെ കൊണ്ടുപോയിട്ടാണ്. അപ്പൊ നമുക്ക് എയർപോർട്ടിലും കയറ്റിനെ പോകണം. അപ്പൊ എയർപോർട്ടിന്റെ മുന്നിൽ നിന്നാണ്. പക്ഷെ അപ്പൊ നമ്മളെ ചൂണ്ടും കയറ്റിനെ കുളച്ചാൽ ആ ചൂണ്ടയിൽ ഒരു മീനും കയറ്റിനെ മീൻ ഉണ്ടായാലും തിന്നാൻ വരില്ല, ചെറിയ മീനാണ്. അപ്പൊ വലിയ കുളത്ത് ഹെലികോപ്റ്ററിലൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട്. അപ്പൊ എന്തായാലും മീൻ വരുമെന്ന് സംഭവം ഒന്നും അറിയില്ല. പക്ഷെ ഡോൾഫിനും കയറ്റിന് വരുന്നുണ്ട് തോന്നുന്നു, ഒച്ചും കയറ്റിന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് നോക്കി നോക്കാം. പക്ഷെ അതേപോലെ തന്നെ ഡോൾഫിനും കയറ്റിന് വന്നാണ്ട് അത് കടിച്ചിട്ട് ഡോൾഫിനും കയറ്റിന് ഇനി കുടുങ്ങിയിരിക്കണ്.